എന്താ ഈ കാണിക്കുന്നു ഫെബി? Stop it. കഴിഞ്ഞ മാസം 26-ാം തീയതി പെങ്ങള് ഇവിടെ ഒറ്റപ്പാലത്തുള്ള ലോലിപോപ്പ് എന്ന തുണിക്കടയിൽ ചുരിദാർ വാങ്ങിക്കാൻ പോയിരുന്നു. അപ്പം അതിലവർ അതിൻ്റെ ഷാള് വെച്ചിരുന്നില്ല. അപ്പം അത് തിരിച്ച് നൽകി അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിക്ക് എൻ്റെ പെങ്ങളും അവളുടെ ഹസ്ബൻഡും കൂടി അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് ഏകദേശം അവിടെയുള്ള ഒരു സെയിൽസ്മാൻ, പുതിയതാണെന്ന് അറിയില്ല, കാരണം അവൾ വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളം അവിടെ തന്നെ പർച്ചേസ് ചെയ്യുന്നു. എപ്പോൾ വന്നാലും അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യൽ. ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ അവൾക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റാഫിനോട് അവൾ സംസാരിക്കുന്ന ഇടയിൽ അവർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെങ്ങളോട് സംസാരിക്കുകയും അതിലവൾ ഹേർട്ടായിട്ട് പിന്നീട് ആ സ്ഥാപനത്തിലെ മാനേജറെ വിളിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനോട് പറയും. ഹസ്ബൻഡ് അതിന് മുഖാരം മാനേജറിനെ വിളിച്ച് മാനേജറിനോട് സംസാരിച്ചു. ഇങ്ങനെ നിങ്ങളുടെ സ്റ്റാഫിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ബിഹേവിയർ ഉണ്ടായി, സംസാര ശൈലി ഉണ്ടായി ഭാര്യയോട്. അപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷം ഒന്ന് സംസാരിക്കുന്നുണ്ട്. മാനേജർ അതിനുശേഷം പുറത്തുണ്ടായിരുന്ന മാനേജർ തിരിച്ച് അവരുടെ സ്ഥാപനത്തിലേക്ക് വരികയും വന്നതിന് ശേഷം മാനേജറിനെ കൂട്ടി ആ വ്യക്തിയോട് സംസാരിക്കാൻ പോയപ്പോൾ മാനേജറിനോട് പറഞ്ഞതിനും കൂടി ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ്. അത് വേറെ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവൻ കടന്നാക്രമിക്കുകയും ചെയ്തു. ആദ്യം മുഖത്തേക്ക് അടിക്കുകയും പിന്നീട് ചാടി ചവിട്ടി നിലത്തിട്ട് കുത്തുകയും അങ്ങനെ പെങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അവിടുന്ന് അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോവുകയും തുടർന്ന് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.